നമസ്കാരം, ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കുഴിക്കാല എന്ന സ്ഥലത്താണ്. ഇവിടെയുള്ള കുഴിക്കാല CMS UP സ്കൂളിലായിട്ട് എൻ്റെ അനുജത്തിയുടെ മകൾക്കൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു. കോഴഞ്ചേരി സബ് ജില്ലാ തലത്തിലുള്ള ശാസ്ത്രോത്സവമാണ്. അതിൽ കുഞ്ഞിൻ്റെ ഒരു സ്കിൽ മോഡലും ഉണ്ട്. കുഞ്ഞും കൂട്ടുകാരിയുടെ അത് തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ വെളിയിലേക്ക് ഒന്ന് കറങ്ങാമെന്ന് വെച്ചിറങ്ങിയാണ്. അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് വെൺമണി മീഡിയയിലെ ഗിരീഷ് ഭായി ഉണ്ട്. അപ്പോൾ വെളിയിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നി ഒരു ചായ കുടിച്ചാലൊന്ന്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ റോഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ചായക്കട കണ്ടു. ചായക്കട എന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയ ഒരു ചെറിയ ഷെഡാണ്. അപ്പോൾ ഈ ചായക്കട നടത്തുന്നത് ചെല്ലദാസ് ചേട്ടനാണ്. ഏകദേശം 40 വർഷമായിട്ട് പുള്ളി കുഴിക്കാല് ചായക്കട നടത്തുകയാണ്. ആദ്യത്തെ ഒരു 10 വർഷം മറ്റൊരു സ്പോട്ടിലായിരുന്നു. അതിനുശേഷം 30 വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സ്പോട്ടിലാണ്. ഇത് ശരിക്കും ഒരു പക്ക ചായക്കട തന്നെയാണ്. കാരണം ചായയും അതുപോലെ ചെറുകടികളും അല്ലാതെ മറ്റൊന്നും ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ പുള്ളി പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ പഴംപൊരി പോലെയല്ല, അത്യാവശ്യം ഹെവി സൈസായിട്ടുള്ളൊരു പഴംപൊരിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 കൊല്ലം മുമ്പ് ഇദ്ദേഹം എങ്ങനെയാണോ ചായയും മറ്റ് കടികളും ഉണ്ടാക്കിയത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. കാരണം വിറകടുപ്പിലാണ് ഇവിടുത്തെ പാചകങ്ങളെ, അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞാനും ഗിരീഷ് ഭായി ഓരോ പഴംപൊരിയും ചായയും വാങ്ങിച്ചു. പഴംപൊരി കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതും ആ ചായയുടെ നല്ല കോമ്പിനേഷനാണ്. സാധാരണ വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് അല്പം പുകച്ചവയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ വില വരുന്നത് പഴംപൊരിക്ക് 15 രൂപയും ചായയും മറ്റ് കടികൾക്കെല്ലാം 10 രൂപ വെച്ചാണ്. ഈ ചായക്കടയുടെ ശരിക്കുള്ള സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിക്കാല CMS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻട്രൻസിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്പോട്ടിലൂടെയൊക്കെ പോകാന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റോക്കൊന്നും കാണത്തില്ല, കാരണം അധികം ആൾക്കാരൊന്നും പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമല്ല. കാരണം സ്കൂളൊക്കെ ഉള്ള ഒരു സമയത്ത് വൈകിട്ട് ടീച്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കച്ചവടമൊക്കെ ഉള്ളൂ. എങ്കിലും നമുക്ക് ഇതേപോലുള്ള ചെറിയ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.